നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ട്രെക്കിയോസ്റ്റമിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ ട്രെക്കിയോസ്റ്റമി ട്യൂബ്സിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് ട്രെക്കിയോസ്റ്റമി ചെയ്യുമ്പോൾ നമ്മൾ ട്രെക്കിയോസ്റ്റമി ട്യൂബ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാറുണ്ട്. ആ ഒരു ഓപ്പണിങ്ങിൽ കൂടെ, ട്രെക്കിയയിൽ ഉണ്ടാക്കുന്ന ഒരു ഓപ്പണിങ്ങിൽ കൂടെ നമ്മൾ ട്രെക്കിയോസ്റ്റമി ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നു. ഈ ട്യൂബ്സ് പലതരമാണ്. അതായത് മെറ്റാലിക് ട്യൂബ്സ് ഉണ്ട്, നോൺ മെറ്റാലിക് ട്യൂബ്സ് ഉണ്ട്. അപ്പോൾ ഇതിനോരോത്തിന് അതിൻ്റേതായ ഇൻഡിക്കേഷൻസ്, അതിൻ്റേതായ പേർപ്പസ്, തീർച്ചയായിട്ടും കോസ്റ്റ് ഫാക്ടർ ഇതിനകത്ത് വരുന്നൊരു ഘടകമാണ്. അപ്പോൾ ഇൻ ജനറൽ ഇപ്പോൾ നമ്മൾ മിക്ക പേഷ്യൻസിനും നോൺ മെറ്റാലിക് ട്യൂബ്സാണ് ഉപയോഗിക്കുന്നത്. മെറ്റാലിക് ട്യൂബ്സ് ഡെഫിനറ്റ്ലി വളരെ ചീപ്പാണ്. പക്ഷേ അതിന് ഒരു ഫോറിൻ ബോഡി റിയാക്ഷൻ, ഈ പറഞ്ഞ പോലെ ആ വൂണ്ട് അല്ലെങ്കിൽ ആ മുറിവിന് ചുറ്റും ഉണ്ടാകുന്ന ചില ചേഞ്ചുകൾ, സ്കിൻ ചേഞ്ചുകൾ, ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് മെറ്റാലിക് ട്യൂബ്സിനുണ്ട്. പക്ഷെ അതിന് പുറമെ നോൺ മെറ്റാലിക് ട്യൂബ്സ് ആണെങ്കിൽ നമുക്ക് ഒത്തിരിയധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിന് കഫുണ്ട്. കഫ് എന്ന് വെച്ചാൽ ഒരു ബലൂൺ മാതിരിയുള്ള നമുക്ക് എയർ ഇഞ്ചെക്റ്റ് ചെയ്ത് ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് കഫ് എന്ന് പറയുന്നത്. അപ്പം ഈ നോൺ മെറ്റാലിക് ട്യൂബ്സിന് കഫുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കഫ് ഇൻഫ്ലേറ്റ് ചെയ്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് പേഷ്യൻറ്റ് കഴിക്കുമ്പോൾ ചുമയ്ക്കുന്നൊരു പേഷ്യൻ്റാണ്, അതായത് ആസ്പിറേഷൻ, ഫുഡ് അറിയാതെ ലങ്സിലോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കഫ് ഇൻഫ്ലേറ്റ് ചെയ്ത് വെച്ച് പേഷ്യൻറ്റിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെ ചില കണ്ടീഷൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ വെൻറ്റിലേഷൻ, പേഷ്യൻറ്റിനെ പലപ്പോഴും വെൻറ്റിലേറ്ററി സപ്പോർട്ട് വേണ്ട ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അഗെയിൻ നമുക്ക് ഈ കഫ്ഡ് ട്യൂബ്സ് ആണ് മച്ച് ബെറ്റർ. അത് ആവശ്യമുള്ളപ്പോൾ നമ്മൾ കഫ് ഇൻഫ്ലേറ്റ് ചെയ്ത് വെക്കാം, നമുക്ക് വേണ്ടാത്തപ്പോൾ അതിനകത്ത് എയർ വലിച്ചത് ഡീഫ്ലേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. പിന്നെ അതിന് പുറമെ മേജറായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന മിക്ക ട്രെക്കിയോസ്റ്റമി ട്യൂബ്സിനും 2 ട്യൂബ്സ് കാണും. നമ്മൾ അകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന, അതായത് മെയിനായിട്ട് നമ്മൾ പുറമേ കാണുന്ന ഒരു ട്യൂബും അതിനകത്ത് അതിനേക്കാട്ടിലും ചെറിയൊരു ട്യൂബും. അപ്പോൾ ഇതിന് അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നമുക്ക് 2 ട്യൂബ്സ് ഉള്ളപ്പോൾ നമുക്കിപ്പം വീട്ടിൽ ചെന്നായാലും യൂഷ്വലി നമ്മൾ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനെ ട്രെയിൻ ചെയ്യും, എങ്ങനെ നമ്മൾ ട്രെക്കിയോസ്റ്റമി കെയർ കൊടുക്കണം, ആ ട്യൂബ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ബ്ലോക്ക് ആകാതെ ശ്രദ്ധിക്കണം. പലപ്പോഴും മ്യൂക്കസ് അല്ലെങ്കിൽ കഫം വന്ന് ഈ ട്രെക്കിയോസ്റ്റമി ട്യൂബ് ബ്ലോക്ക് ആകാം. അപ്പോൾ പേഷ്യൻസിന് ഒരു ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച്, ഇതിൻ്റെ ഒരു കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ 2 ട്യൂബ് ഉള്ളപ്പോൾ നമുക്ക് അകത്തെ ട്യൂബ് റിമൂവ് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് റീഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് പേഷ്യൻസ് അല്ലെങ്കിൽ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സിന് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ്. അപ്പോൾ നമുക്കിപ്പോൾ വെൻറ്റിലേറ്ററെ കണക്ട് ചെയ്യണമെങ്കിൽ വെൻറ്റിലേറ്ററെ കണക്ട് ചെയ്യാം, നമുക്ക് കഫ് യൂസ് ചെയ്യണമെങ്കിൽ കഫ് യൂസ് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ 2 ഇന്നർ ആൻഡ് ഔട്ടർ ട്യൂബ്സ് ഉണ്ട്. അതിന് പുറമെ ഈ ട്രെക്കിയോസ്റ്റമി ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ പ്രൊവിഷനുള്ള ട്രെക്കിയോസ്റ്റമി ട്യൂബ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓരോ പേഷ്യൻറ്റിൻ്റെ എന്താണ് കണ്ടീഷൻ, അതിനെ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് എന്താണ്, അതിനനുസരിച്ചാണ് നമ്മൾ ട്രെക്കിയോസ്റ്റമി ട്യൂബ്സ് സെലക്ട് ചെയ്യുന്നത്. താങ്ക് യു.